ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അഡ്വക്കേറ്റ് അഞ്ജലിയുടെ ഏറ്റവും പുതിയ വീക്കെൻഡ് പ്രൊമോ വന്നിട്ടുണ്ട്. വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് കേട്ടോ ഞാൻ ഈ പ്രൊമോ ഇന്നിടുന്നത്. കഴിഞ്ഞ കുറച്ച് അധികം ദിവസങ്ങളായിട്ട് ഒട്ടും ഒരു സാറ്റിസ്ഫൈഡ് അല്ലാത്ത രീതിയിലാണ് ഞാൻ പ്രൊമോസ് ഇട്ടിരുന്നത്, വളരെ വിഷമത്തോടു കൂടിയിട്ട്. കാരണം നമുക്കറിയാം, നമ്മുടെ അഡ്വക്കേറ്റ് അഞ്ജലിയിൽ കുറച്ച് ദിവസങ്ങളായി നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത സംഭവവികാസങ്ങളാണ് ഉണ്ടായത്. നമ്മൾ ഒട്ടും ആഗ്രഹിക്കാത്ത കാര്യങ്ങളാണ് നടന്നത്. നമ്മുടെ പത്മ കൊല്ലപ്പെട്ടു എന്ന രീതിയിലൊക്കെയാണ് കാര്യങ്ങൾ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോഴെല്ലാം നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് ആ ഒരു കാര്യം സത്യമാകരുത്, പത്മ കൊല്ലപ്പെടരുത്, തിരിച്ചു വരണം, ജീവനോടെ തിരിച്ചു വരണം, പത്മ കേസുമായി മുമ്പോട്ട് പോകണം, പത്മ ജയിക്കണം. കാരണം നമുക്കറിയാം, പത്മ നമുക്ക് അത്രയധികം അഞ്ജലിയെ പോലെ തന്നെ ഇപ്പോൾ നമ്മളെല്ലാവരും ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് നമ്മുടെ പത്മയെ. അമ്പാടി പത്മ കോംബോ നമുക്ക് എങ്ങനെ നമുക്ക് വിട്ടുകളയാൻ പറ്റുമല്ലേ? എന്താണെങ്കിലും കുറച്ചധികം ദിവസങ്ങളായിട്ട് നമ്മൾ ഏറെ ടെൻഷനിലായിരുന്നു. എനിക്കറിയാം, ഒരുപാട് കമൻറ്റുകൾ വരുന്നുണ്ടായിരുന്നു, പത്മ തിരിച്ചു വരണം, പത്മ ഉറപ്പായിട്ടും തിരിച്ചു വരണം, നീതി കിട്ടണം ആ പെൺകുട്ടിക്ക്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. എന്താണെങ്കിലും വളരെ അധികം സന്തോഷത്തോട് കൂടിയിട്ടാണ് കേട്ടോ ഇന്നത്തെ വീക്കെൻഡ് പ്രൊമോ ഞാൻ കണ്ടത്. വളരെ നല്ലൊരു പ്രൊമോ തന്നെയാണ് ഇന്ന് വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. എന്താണെങ്കിലും വീക്കെൻഡ് പ്രൊമോയിൽ കുറച്ച് കാര്യങ്ങളുണ്ട്, പ്രധാനമായി 2-3 കാര്യങ്ങളുണ്ട് കേട്ടോ. ഒന്ന് എന്ന് പറയുന്നത്, നമ്മൾ ഇന്ന് കണ്ട എപ്പിസോഡിൽ അനുപമയെ ചോദ്യം ചെയ്യുന്നുണ്ട്. ഈ രാഘവനുണ്ണി ആദ്യം ചോദ്യം ചെയ്യുന്നത്, അഡ്വക്കേറ്റ് ശിവരാമകൃഷ്ണൻ്റെ മകളാണ് നീ, അങ്ങനെ പറഞ്ഞിട്ട് അടിയൊക്കെ വെച്ച് കൊടുക്കുകയും അങ്ങനെ സംഭവങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതൊന്നും അല്ല ഞാൻ പറയാൻ വരുന്നത്. നമ്മൾ ഇന്ന് എപ്പിസോഡ് കണ്ടപ്പോൾ നമ്മളൊരു കാര്യം പറഞ്ഞിരുന്നു. എപ്പിസോഡിൽ അനുപമയെ ചോദ്യം ചെയ്യുന്നുണ്ട് കുറുപ്പ്. കാരണം പത്മ കൊല്ലപ്പെട്ടത് ഒരിക്കലും കുറുപ്പിൻ്റെ ഗുണ്ടകൾ കൊണ്ടോ കാർത്തിക്കിൻ്റെ ഗുണ്ടകൾ കൊണ്ടോ അല്ല. അങ്ങനെയാണെങ്കിൽ അത് ചെയ്യാനുള്ള ചാൻസ് ഉറപ്പായിട്ടും അനുപമയായിരിക്കും എന്നൊരു സംഭവമാണ് കുറുപ്പ് പറയുന്നത്. അത് ചോദ്യം ചെയ്യുന്നുണ്ട് കുറുപ്പ് അനുപമയോട് പറയുന്നുണ്ട്, ഒരു കാര്യം നിന്നോട് അങ്ങ് ചോദിക്കട്ടെ, നീ അല്ലേ പത്മയെ കൊല്ലാൻ വേണ്ടി ഗുണ്ടകളെ വിട്ടത് എന്ന്. പക്ഷേ ആ ഒരു നിമിഷവും ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്ന രീതിയിലാണ് അനുപമയുടെ നിൽപ്പും ഭാവങ്ങളൊക്കെ. അപ്പോഴും നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂവിൽ ഞാൻ പറഞ്ഞിരുന്നു, മിക്കവാറും ഈ സംഭവമൊക്കെ ചെയ്തത് അനുപമയായിരിക്കുമെന്ന്. നമ്മൾ ചിന്തിക്കുമ്പോൾ കുറുപ്പും രാഘവനൊക്കെയാണ് ഏറ്റവും വലിയ ശത്രുക്കൾ, അല്ല ഏറ്റവും വലിയ ദുഷ്ടന്മാർ, ഇങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കും. പക്ഷേ ഇതൊന്നും അല്ല. യഥാർത്ഥ ദുഷ്ടത്തി എന്ന് പറയുന്നത് ഈ അനുപമയാണ്. കാരണം അനുപമയ്ക്ക് ശംഖുചക്രത്തിൽ നിന്നേ പറ്റൂ. അതിന് ഏതറ്റം വരെയും അനുപമ പോകുമെന്നൊരു സത്യം നമ്മൾ ഇനിയെങ്കിലും മനസ്സിലാക്കേണ്ടതുണ്ട് കേട്ടോ. കാരണം നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. സംഭവം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു കാര്യങ്ങളൊക്കെ നടക്കുമ്പോഴും അനുപമ മിസ്സിങ് ആയിരുന്നു. അപ്പോൾ ഇവളെ പത്മയെ ഇല്ലാതെ ആക്കുവാൻ വേണ്ടിയിട്ട് എന്തൊക്കെയോ ചെയ്ത് കൂട്ടിയിട്ടുണ്ട്. എന്താണെങ്കിലും അതുമായി ബന്ധപ്പെട്ട സൂചനകളൊക്കെ ഇന്നത്തെ വീക്കെൻഡ് പ്രൊമോയിൽ വന്നിട്ടുണ്ട് കേട്ടോ. എന്താണെങ്കിലും അതിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇന്ന് വീക്കെൻഡ് പ്രൊമോയിൽ കാട്ടിയത് എന്ന് നമുക്ക് നോക്കാം. എന്താണെങ്കിലും നല്ലൊരു പ്രൊമോ തന്നെ. അപ്പോൾ വീക്കെൻഡ് പ്രൊമോയിൽ നമ്മൾ ആദ്യം കാണുന്ന സീൻ എന്ന് പറയുന്നത്, പത്മയുടെ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്തതിന് ശേഷം കൊണ്ടുവരുന്ന ഒരു സീനാണ് കേട്ടോ നമ്മൾ കാണുന്നത്. അതിനുശേഷം കാണുന്നതാണ് നമ്മൾ ഈ പറഞ്ഞ കാര്യവുമായി ബന്ധപ്പെട്ട് അഭി ശംഖുചക്രത്തിൽ വെച്ച് എല്ലാവരോടും വിളിച്ചു പറയുകയാണ്, പത്മയെ കൊല്ലുവാൻ വേണ്ടി ഗുണ്ടകളെ ഏർപ്പാടാക്കിയത് ഇവളാണ്, ഞാൻ സാക്ഷിയാണ്, ഞാൻ കണ്ടതാണ് ഇവൾ ഫോൺ വിളിക്കുന്നത് എന്ന്. അപ്പോൾ ഇതൊന്നും ആരും അറിയില്ല എന്ന് വിചാരിച്ച് ഈ അനുഭവം നടക്കുകയായിരുന്നു. പക്ഷേ ദൈവം എന്നൊരു സത്യം മുകളിലുണ്ട് എന്ന അനുഭവം മറന്നുപോയി അല്ലേ? എന്താണെങ്കിലും അഭി ഇത് കണ്ടു എന്ന് ഉറപ്പാണ്. ആ ഒരു നിമിഷം ഷോക്കഡായി പോകുന്നുണ്ട് അനുപമ. ഇതൊന്നും ആരും അറിയില്ല എന്ന് വിചാരിച്ച ഒരു പെരും കല്ലിയായിട്ട്, ഒരു കല്ലിപ്പൂച്ചയെ പോലെ അവൾ നടക്കുകയായിരുന്നു. പക്ഷേ നമ്മുടെ അഭി ഇത് കണ്ടു. എന്താണെങ്കിലും ശംഖുചക്രത്തിൽ എല്ലാവരും അറിയുകയാണ്, ഈ പത്മയെ കൊല്ലാൻ വേണ്ടി ഗുണ്ടകളെ ഏർപ്പാടാക്കിയത് അനുപമയാണ് എന്നുള്ളൊരു സത്യം കേട്ടോ. എന്താണെങ്കിലും അഭി ഇത് ചോദ്യം ചെയ്തപ്പോൾ ശരിക്കും അനുപമ ഞെട്ടിപ്പോകുന്നൊരു സീനാണ് നമ്മൾ കാണുന്നത് കേട്ടോ. പിന്നീട് കാണുന്ന വീക്കെൻഡ് പ്രൊമോയിൽ കണ്ട സീന് നമുക്ക് ശരിക്കൊരു മനസ്സിലേക്ക് സങ്കടത്തിൽ ആഴ്ന്നിറങ്ങുന്ന ഒരു സീനാണ് കേട്ടോ. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ,
നമ്മുടെ പന്മക്കുട്ടിക്ക് ആരുമില്ല എന്നുള്ളൊരു കാര്യം നമുക്കറിയാം. അവൾക്ക് പറയത്തക്ക ബന്ധുക്കളോ സംഭവങ്ങളോ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ അവളുടെ പോസ്റ്റ്മോർട്ടം ചെയ്ത് ബോഡി കിട്ടിയിട്ട് എന്താണെങ്കിലും അതിൻ്റെ കർമ്മങ്ങളൊക്കെ ചെയ്യണം. ആരും ഇല്ലാത്തപ്പോൾ അവിടെ സ്വന്തം ചേട്ടനായിട്ട് നിന്ന് നമ്മുടെ അർജുൻ അത് ചെയ്യുന്ന ഒരു സീനാണ് കേട്ടോ നമ്മൾ കണ്ടത്. ശരിക്കും എത്ര നല്ലൊരു നമ്മുടെ മനസ്സിലേക്ക് ആഴ്ന്നിറങ്ങുന്ന ഒരു സീനാണ് എന്ന് ഞാനന്ന് ഓർത്തുപോയി കേട്ടോ. ഈ ഒരു സീൻ കണ്ടപ്പോൾ പലപ്പോഴും സീരിയലുകൾ ഇത്രയും ഒരു ഡെപ്തിലിറങ്ങുന്ന സീനുകൾ പൊതുവേ കുറവാണ്. കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ അഡ്വക്കേറ്റ് അഞ്ജലി ഒന്ന് നിരീക്ഷിക്കുകയാണെങ്കിൽ എത്ര നല്ല സീരിയലാണോ എന്ന് ഞാൻ ആലോചിച്ച് പോയിട്ടുണ്ട്. ഒന്നാം സ്ഥാനത്തിന് സത്യത്തിൽ ഇപ്പോൾ അഡ്വക്കേറ്റ് അഞ്ജലിയാണ് അർഹിക്കുന്നത് എന്നെനിക്ക് പലപ്പോഴും ഈ കുറച്ച് ദിവസങ്ങളായി തോന്നിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സമയത്തിലൊരു മാറ്റം വരികയാണെങ്കിൽ ഉറപ്പായിട്ടും ഒന്നാം സ്ഥാനത്തേക്ക് എത്തേണ്ട സീരിയലാണ് അഡ്വക്കേറ്റ് അഞ്ജലി. എന്താണെങ്കിലും അതങ്ങനെയൊക്കെ നടക്കട്ടെ. എന്താണെങ്കിലും നമ്മുടെ അർജുൻ സ്വന്തം ചേട്ടനായി കണ്ട് അർജുൻ ആ കർമ്മങ്ങളൊക്കെ നിർവഹിക്കുകയാണ് കേട്ടോ. അപ്പോൾ ചിത ഇങ്ങനെ കൊളുത്താനായിട്ട് നമ്മുടെ അർജുൻ നിൽക്കുന്ന സമയത്ത് ചുറ്റും നമ്മുടെ അഞ്ജലിയും ബാക്കിയുള്ളവരെല്ലാം സങ്കടത്തോടെയും വിഷമത്തോടെയും കരഞ്ഞുകൊണ്ടൊക്കെ നിൽപ്പുണ്ട്. ചിത ഇങ്ങനെ കത്തിക്കാനായിട്ട് തുടങ്ങുന്ന സമയത്ത് നമ്മുടെ CI നന്ദകുമാർ അങ്ങോട്ടേക്ക് വരുന്നൊരു സീനാണ് നമ്മൾ കാണുന്നത് കേട്ടോ. അപ്പോൾ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊരു സംഭവമാണ് നടക്കുന്നത്. പെട്ടെന്ന് തന്നെ നന്ദകുമാർ വന്ന് പറയുകയാണ്, ചിത കൊളുത്തരുത്, ചില കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് എന്ന്. അപ്പോൾ ഈ ഒരു സമയത്ത് ഇങ്ങനൊരു നന്ദകുമാറിൻ്റെ എൻട്രി ഒട്ടും പ്രതീക്ഷിച്ചതല്ല നമ്മുടെ അർജുനും അഞ്ജലിയും കേട്ടോ. അപ്പോൾ നന്ദകുമാർ പറയുന്നൊരു സീൻ നമുക്ക് കാണാം. ഇത് നിങ്ങളെന്തായാലും ചിത കത്തിച്ചില്ലല്ലോ, ഇത് പന്മയാകണമെന്ന് ഉറപ്പൊന്നുമില്ല, അതുകൊണ്ട് ചില കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. എന്താണെങ്കിലും ഒരു കാര്യം ഉറപ്പായിരിക്കുകയാണ്, ആ ബോഡി എന്താണെങ്കിലും പന്മയുടേതല്ല എന്നുള്ളൊരു കാര്യം. ഇതിനിടയിൽ ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഇതിനിടയിൽ ഒരു കാര്യം കൂടി നടന്നിട്ടുണ്ടായിരുന്നു. പന്മ റെയിൽവേ ട്രാക്കിൽ ഓടി ക്രോസ് ചെയ്യുന്ന ഒരു സീൻ നമുക്ക് കാണാം. ആ ഒരു സമയത്ത് മുട്ടിയില്ല എന്ന രീതിയിൽ ട്രെയിൻ പാസ് ചെയ്ത് പോകുന്ന ഒരു സീനും കാണുന്നുണ്ട്. അതാണ് നമുക്ക് മനസ്സിലാകാത്ത എന്താണ് ഇതിനിടയിൽ സംഭവിച്ചിട്ടുള്ളത് എന്ന്. കാരണം റെയിൽവേ ട്രാക്കിൽ നമ്മുടെ പന്മ ക്രോസ് ചെയ്തിട്ടുണ്ട് എന്ന് നമുക്ക് കാണാം. അങ്ങനെയാണെങ്കിൽ എങ്ങനെ പത്മ രക്ഷപ്പെട്ടു? അപ്പോൾ അവിടെ ആരാണ് യഥാർത്ഥത്തിൽ കൊല്ലപ്പെട്ടത്? ഇങ്ങനെ ചില സംശയങ്ങളൊക്കെ നമുക്ക് നിലനിൽക്കുന്നുണ്ട്. എന്താണെങ്കിലും നന്ദകുമാർ പറയുകയാണ്, എന്താണെങ്കിലും നിങ്ങൾ ചിത കത്തിച്ചിട്ടില്ല, പത്മ കൊല്ലപ്പെട്ടിട്ടില്ല എന്നൊരു സത്യം നമ്മളിപ്പോഴാണ് അറിയുന്നത്. DNA ടെസ്റ്റ് നടത്തിയപ്പോൾ ഇത് പത്മയല്ല, ഇത് വേറെ ഏതോ ഒരു പെൺകുട്ടിയുടെ ശരീരമാണ്. എന്താണെങ്കിലും ഇത് പത്മയാകാൻ ചാൻസ് ഇല്ല എന്ന് പറഞ്ഞപ്പോൾ തന്നെ പ്രതീക്ഷയുടെ ചില വെളിച്ചം നമ്മുടെ അർജുൻ്റെയും അഞ്ജലിയുടെ മുഖത്തൊക്കെ തെളിഞ്ഞു കഴിഞ്ഞു കേട്ടോ. അത് കണ്ടപ്പോൾ തന്നെ നമുക്ക് ഒരുപാട് സന്തോഷമായി. നമ്മൾ ഏറെ ആഗ്രഹിച്ചൊരു കാര്യം, അതാ പത്മ തിരിച്ചു വരാനായിട്ട് പോവുകയാണ് എന്നൊരു നമുക്കൊരു ഉറപ്പ് ഇപ്പോൾ ലഭിച്ചിരിക്കുകയാണ്. എന്താണെങ്കിലും പത്മ മരിച്ചിട്ടില്ല എന്നുള്ളൊരു സത്യം നമ്മൾ ആഗ്രഹിച്ച കാര്യത്തിലേക്ക് എത്തുകയാണ് കേട്ടോ. എന്താണെങ്കിലും നല്ലൊരു വീക്കിൻ്റെ പ്രൊമോ, നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നിറഞ്ഞൊരു പ്രൊമോ തന്നെയാണ് വന്നത്. എന്താണെങ്കിലും അടുത്ത ആഴ്ചത്തെ എപ്പിസോഡുകൾക്ക് വേണ്ടി നിങ്ങളെല്ലാവരും കാത്തിരിക്കണം. ഇതിനിടയിൽ എന്തൊക്കെയാണ് കാര്യമായിട്ട് നടന്നിട്ടുണ്ടാവുക എന്നതിനെ പറ്റിയൊക്കെ വിശദമായൊരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിവ്യൂസും കാര്യങ്ങളൊക്കെ നമ്മൾ നാളെ കഴിഞ്ഞൊക്കെ ഇടുന്നതാണ്. നിങ്ങൾ കാത്തിരിക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി. ടേക്ക് കെയർ. ബൈ ബൈ.